നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കാൻഡിഡേറ്റ്സ് ടൂർണമെന്റിന്റെ 4 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുകയാണ്. ഓരോ റൗണ്ടിലും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശബ്ദം പണിമുടക്കിയത് കാരണം നമുക്ക് 2ാം റൗണ്ടിലെ ഗെയിമുകളൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഈ ടൂർണമെന്റിലെ സമനിലല്ലാത്ത എല്ലാ ഗെയിമുകളും കാണിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 2ാം റൗണ്ടിലെ ഒരു ഗെയിം നോക്കാം. ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് പ്ലെയേഴ്സിലൊരാളായ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഹിക്കാരു നാക്കാമുറയും ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ വിദ്യുത് ഗുജറാത്തി തമ്മിലായിരുന്നു മത്സരം. ഈ ഗെയിമിൽ നാക്കാമുറ വൈറ്റ് സൈഡും വിദ്യുത് ബ്ലാക്ക് സൈഡാണ് കളിക്കുന്നത്. നാക്കാമുറ E4 മൂവ് ചെയ്ത് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. നൈറ്റ് F3, നൈറ്റ് C6, ബിഷപ്പ് B5. റോയൽ ഓപ്പോസ് ഓപ്പണിംഗ് ആണ്. വിദ്യുത് ഇവിടെ നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബെർലിൻ ഡിഫൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ വൈറ്റിൻ്റെ E4 പോണിനെതിരെ അറ്റാക്ക് ഉണ്ട്. നാക്കാമുറ D3 മൂവ് ചെയ്തുകൊണ്ട് ആ പോൺ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് C3 മൂവ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും കിങ് സൈഡിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. അടുത്തതായി ബ്ലാക്ക് D6 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് H3 മൂവ് ചെയ്തുകൊണ്ട് G4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റിനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പോൺ വെച്ച് പോണോട്ടാണെങ്കിൽ വൈറ്റിന് പോൺ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് അതേ അറ്റാക്ക് തന്നെ വീണ്ടും കൊടുക്കാൻ കഴിയും. ആ പോണിന് 2 പീസുകളുടെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്നും B6ലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതാണ് മെയിൻ മൂവ്. എന്നാൽ വിദ്യുത് ഇവിടെ ആ ബിഷപ്പിനെ തിരിച്ചു കൊണ്ടുപോകുന്നില്ല. പകരം C6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ബിഷപ്പിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് എപ്പോൾ വേണമെങ്കിൽ പോൺ വെച്ച് ബിഷപ്പിനെ ഒട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകാം. എന്നാൽ നാക്കാമുറ ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം അറ്റാക്കിലുള്ള ബിഷപ്പിനെ തിരിച്ചുകൊണ്ടുവരികയാണ്. ബിഷപ്പിനെ D3ലേക്ക് കൊണ്ടുവന്ന് E4 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ബ്ലാക്കും ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ബിഷപ്പിനെ B6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് കാസ്റ്റിംഗ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ക്വീൻ സൈഡിലെ പീസുകൾ ഡെവലപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഡെവലപ്പ് ആവാത്ത പീസുകളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരുന്നു വൈറ്റിന് നല്ല മൂവ്. എന്നാൽ വൈറ്റിന് ഇവിടെ ഒരു പോൺ ലാഭം നേടിയെടുക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് നാക്കാമുറ ഇപ്പോൾ പീസുകളെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ആ ലാഭം കിട്ടുന്ന പോണിനെ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ഇവിടെ ഒരു പോൺ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോൺ കിട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചു കിട്ടുന്നു. ഇപ്പോൾ ആ പോണിന് സപ്പോർട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നൈറ്റ് വെച്ച് ആ പോൺ എടുക്കുന്നു. ഇതോടെ വൈറ്റിന് ഒരു പോൺ ലാഭം കിട്ടിയിട്ടുണ്ട്. എന്നാൽ വളരെ മികച്ചൊരു മൂവിലൂടെ ബ്ലാക്ക് ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ഏകദേശം എല്ലാ പീസുകളും ഡെവലപ്പ് ആയിട്ടുണ്ട്. ഇനി ഒരു ബിഷപ്പാണ് ഡെവലപ്പ് ആവാനുള്ളത്. വിദ്യുത് ഇവിടെ ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഷപ്പ് വെച്ച് H3 പോണിനെ എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് നഷ്ടപ്പെട്ട ആ പോൺ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വൈറ്റ് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ക്വീനെ B8ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ഇവിടെ ഇപ്പോൾ F2 പോൺ ഈ ബിഷപ്പിൻ്റെ പിന്നിങ്ങിലായത് കാരണം ഈ പോൺ വെച്ച് ആ നൈറ്റിന് സപ്പോർട്ട് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ബിഷപ്പ് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ബിഷപ്പിനെ കൂടെ C7ലേക്ക് കൊണ്ടുവന്ന് ഈ അറ്റാക്ക് സ്ട്രോങ് ആക്കാൻ കഴിയും. ഇനിയിപ്പോൾ ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. നൈറ്റ് എങ്ങോട്ടെങ്കിലും മാറുകയാണെങ്കിൽ ഈ ബിഷപ്പ് നഷ്ടപ്പെടും. അതോടെ ബ്ലാക്കിന് സാക്രിഫൈസ് ചെയ്ത പീസിനെ തിരിച്ചു കിട്ടും. അല്ലാതെ ഇവിടെ ക്വീൻ ഉപയോഗിച്ച് ഈ നൈറ്റിനെതിരെ അറ്റാക്ക് വരുമ്പോൾ ഈ ബിഷപ്പ് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ആദ്യം തന്നെ നൈറ്റിനെ ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ ക്വീൻ G3ലേക്ക് ഒന്ന് ചെക്ക് വരും. പോൺ എപ്പോഴും ഈ ബിഷപ്പിൻ്റെ പിന്നിങ്ങിലാതെ കാരണം പോൺ വെച്ച് ക്വീൻ കിട്ടാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, H1ലേക്ക് മാറേണ്ടി വരും. ഈ സമയത്ത് H3 പോൺ ഇട്ടിക്കൊണ്ട് വീണ്ടും ചെക്ക് വരും. ഇവിടെയും ഇപ്പോൾ G1ലേക്ക് തന്നെ മാറേണ്ടി വരും. ഇനി ബ്ലാക്കിന് നൈറ്റിനെ കൂടെ G4ലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഒരു മേറ്റിംഗ് ത്രെഡ് കൊടുക്കാനും അതോടെ വൈറ്റിന് കൂടുതൽ നഷ്ടങ്ങൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നാക്കാമുറ ഇപ്പോൾ ഈ ബിഷപ്പ് സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ആദ്യം ഈ നൈറ്റിനെ ഈ ഡയഗണലിൽ നിന്നും മാറ്റാണ്. നൈറ്റിനെ C4ലേക്ക് മൂവ് ചെയ്യുന്നു. വിദ്യുത് ഇവിടെ അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ്. ഈ അറ്റാക്കിലുള്ള ബിഷപ്പിനെ G4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. F2 പോൺ ഇപ്പോഴും പിന്നിങ്ങിലായ കാരണം ആ പോൺ വെച്ച് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ ക്വീനിന് ഈ ബിഷപ്പിനുള്ള സപ്പോർട്ട് ഒഴിവാക്കൊണ്ട് വേറെ എങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ ആ ബിഷപ്പ് നഷ്ടപ്പെടും. അതുകൊണ്ട് നാക്കാമുറ ക്വീനിനെ C2ലേക്ക് മൂവ് ചെയ്യുന്നു.
ഇവിടെ ഇപ്പോൾ ക്വീനെ C2ലേക്ക് തന്നെ കൊണ്ടുവന്നതിന് പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അതെന്താണെന്ന് ബ്ലാക്കിൻ്റെ അടുത്ത മൂവിന് ശേഷമാണ് വ്യക്തമാവുന്നത്. ബ്ലാക്ക് ഇവിടെ ബിഷപ്പിനെ C7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് E5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്കുമാണ്. അതിനോടൊപ്പം H7 സ്കോറിലേക്ക് ഒരു ഡിസ്കവർ അറ്റാക്ക് വന്നിട്ടുണ്ട്. ആ പോണിന് നൈറ്റിൻ്റെ സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. ആ നൈറ്റ് ഇപ്പോൾ അറ്റാക്കിലാണ്. ബ്ലാക്കിന് എന്തായാലും ഈ രണ്ട് പ്രശ്നങ്ങളും ഒരുമിച്ച് പരിഹരിക്കാൻ കഴിയില്ല. വിദ്യുത്ത് ഇവിടെ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. നൈറ്റിനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ബിഷപ്പ് വെച്ച് H7 പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. ബ്ലാക്ക് കിങ്ങിനെ H8ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പിനെ D3ലേക്ക് തന്നെ തിരിച്ചുകൊണ്ടുവരുന്നു. ഇതോടെ വൈറ്റിനിപ്പോൾ വീണ്ടും ഒരു പോൺ ലാഭം കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ E5 പോണിനെതിരെ 2 പീസുകൾ വെച്ച് ബ്ലാക്കിന് അറ്റാക്കുണ്ട്. ആ പോണിനിപ്പോൾ ഈ നൈറ്റിൻ്റെ സപ്പോർട്ട് അത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഇപ്പോൾ നൈറ്റ് വെച്ച് ആ പോണിനെ എടുത്തുകൊണ്ട് ബ്ലാക്കിന് നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കാം. എന്നാൽ വിദ്യുത്ത് ഇപ്പോൾ നൈറ്റ് വെച്ച് ആ പോണിനെ എടുക്കുന്നില്ല. പകരം B5 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നതോടൊപ്പം തിരിച്ചൊരു അറ്റാക്ക് കൊടുക്കുകയാണ്. നൈറ്റിനെ E3ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ബ്ലാക്കും ഈ അറ്റാക്കിൽ നിന്നും ഒഴിവാകുന്നതിനായിട്ട് ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം വളരെ സ്ട്രോങ് ആയിട്ടൊരു മൂവിലൂടെയാണ് ഈ അറ്റാക്കിനെ പ്രതിരോധിക്കുന്നത്. നൈറ്റ് വെച്ച് E5 പോയിന്റ് എടുത്തുകൊണ്ട് ആ ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇത് വളരെ സ്ട്രോങ് ആയിട്ടൊരു മൂവാണ്. കാരണം ഇപ്പോൾ ആ ബിഷപ്പിന് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെ 2 പീസുകൾ ഉപയോഗിച്ച് അറ്റാക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാക്കാമുറ ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം മറ്റൊരു ഡബിൾ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ E2ലേക്ക് മാറ്റിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ 2 പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ഈ നൈറ്റ് വെച്ച് ബിഷപ്പിനെ ഇട്ടുകൊണ്ട് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നതിനായിരുന്നു വൈറ്റിൻ്റെ നല്ല മൂവ്. എന്നാൽ നാക്കാമുറ ഇവിടെ നൈറ്റ് വെച്ച് ബിഷപ്പിനെ ഇട്ടതിന് പകരം ബിഷപ്പിനെ E2ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ 2 പീസുകൾ ഉപയോഗിച്ച് അറ്റാക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഇതോടെ വിദ്യുത്ത് ഈ F5 ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് F5 മൂവ് ചെയ്തുകൊണ്ട് അറ്റാക്കിലുള്ള ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം F4 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്കാണ്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം മറ്റൊരു മികച്ച മൂവാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പോൾ F2 പോൺ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ബ്ലാക്കിന് ഈ ഡയഗണൽ ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദ്യുത്ത് ഇവിടെ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതിന് പകരം ബിഷപ്പിനെ B6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇതൊരു നൈറ്റ് സാക്രിഫൈസൂടെയാണ്. വൈറ്റ് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് ഈ വൈറ്റിൻ്റെ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കാൻ കഴിയും. ഇപ്പോൾ ആ നൈറ്റിന് ഒരു ബിഷപ്പിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഈ നൈറ്റിനൊരു സപ്പോർട്ട് കൊടുക്കുന്നതിനായിട്ട് ക്വീനെ കൂടെ D3ലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ബ്ലാക്കിന് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആദ്യം ക്വീനെ H4ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ കഴിയുന്ന F2 സ്ക്വയറും അതുപോലെ H5 സ്ക്വയറുകളും കൺട്രോൾ ചെയ്യാൻ കഴിയും. ക്വീൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്തതോടെ ഇനി റൂക്കിന് സെൻറ്ററിലേക്ക് വരാനും ഇങ്ങനൊരു അറ്റാക്കിനും സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ ക്വീൻ H4ലേക്ക് വന്നതോടെ ബ്ലാക്കിൻ്റെ G4 ബിഷപ്പിന് ഒരു സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ F3 മൂവ് കൊണ്ട് ഈ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാനും കഴിയും. ഇനി വൈറ്റ് ഇവിടെ എന്ത് തന്നെ മൂവ് ചെയ്താലും ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്ക് വരും. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഈ പിൻ ഒഴിവാക്കുന്നതിനായിട്ട് റൂക്കിനെ F2ലേക്ക് കൊണ്ടുവന്ന് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചാലും ബ്ലാക്കിന് ആദ്യം റൂക്കിനെ D8ലേക്ക് കൊണ്ടുവരാം. ഇനി അടുത്ത മൂവിൽ ഈ നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം. ക്വീനെ ഈ ഫയലിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് വീണ്ടും ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കാം. വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാലും ബിഷപ്പ് വെച്ച് തിരിച്ചു കെട്ടാം. ഇപ്പോഴും നേരത്തെ കണ്ട അതേ അറ്റാക്കിനുള്ള സാധ്യതയുണ്ട്. വൈറ്റിനിപ്പോൾ ഈ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടിക്കൊണ്ട് ക്വീന് വെച്ച് റൂക്കിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് റൂക്കിനെതിരെ റൂക്ക് വെച്ച് അറ്റാക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നത് നല്ല മൂവല്ല. ഈ ഡയഗണിലേക്ക് ബിഷപ്പിനും റൂക്കിനും കൺട്രോൾ ഉള്ളതുകൊണ്ട് ഈ ബിഷപ്പിന് വേറെ കണ്ടെങ്കിലും മാറാൻ പറ്റില്ല. അല്ലാതെ ബിഷപ്പ് വെച്ച് ഈ റൂക്കിൻ്റെ ഫയൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിലും ബ്ലാക്കിന് റൂക്ക് വെച്ച് ബിഷപ്പിനെ എടുത്തുകൊണ്ട് ആ റൂക്കിനെ സാക്രിഫൈസ് ചെയ്യാം. എന്നാലും വൈറ്റിനിപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ
ക്യൂവിനെ ഉപയോഗിച്ച് റൂക്കിനോട്ടേക്ക് ചെക്ക് ചെയ്യുന്ന വളരെ വേഗത്തിൽ ഇവിടെ ഒരു ചെക്ക്മേറ്റ് സംഭവിക്കുകയും ചെയ്യും. ഇങ്ങനെ വളരെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഒരു പൊസിഷനാണിത്. വൈറ്റ് ഇവിടെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വേരിയേഷൻ നോക്കിയാലും അത് ബ്ലാക്കിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് നാക്കാമുറ ഇപ്പോൾ പോൺ വെച്ച് നൈനോട്ട് എടുക്കുന്നില്ല, പകരം കിങ്ങിനെ F2ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ മൂവിന് പിന്നിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തത് കിങ് ഇപ്പോൾ F2ലേക്ക് വന്നതോടെ നൈറ്റിന് ഒരു സപ്പോർട്ടോടെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വൈറ്റിന് റൂക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ആ റൂക്ക് ഉപയോഗിച്ച് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. എന്നാൽ വിദ്യുത്ത് ഇവിടെ ഈ റൂക്ക് ഉപയോഗിച്ചുള്ള അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഈ അറ്റാക്കുള്ള നൈറ്റിനെ മാറ്റാനോ ശ്രമിക്കുന്നില്ല. നേരത്തെ പ്ലാൻ ചെയ്ത പോലെ തന്നെ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ D5ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിൻ്റെ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. ഈ സമയത്ത് നാക്കാമുറ ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം റൂക്കിനെ H1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കിങ്ങിനെ G8ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ കുറച്ച് സ്പേസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നാക്കാമുറ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ ഉപയോഗിച്ച് നൈറ്റിനോട്ട് എടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ഒരു നൈറ്റ് നഷ്ടമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് നൈറ്റിനോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ബിഷപ്പ് വെച്ച് നൈറ്റിനോട്ട് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് ബിഷപ്പ് വെച്ച് തിരിച്ചുവെട്ടിക്കൊണ്ട് ശക്തമായിട്ട് ഗെയിമിലേക്ക് തിരിച്ചു വരാൻ കഴിയും. ആ സ്കോറിലേക്ക് ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിനും കൺട്രോളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ പിൻ ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് പോൺ ഉപയോഗിച്ച് ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതും നല്ല മൂവല്ല. അങ്ങനെ പോൺ ഉപയോഗിച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ വൈറ്റിൻ്റെ ബിഷപ്പിനുണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ വൈറ്റിന് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കാം. ഇവിടെ ഇപ്പോൾ പോൺ ഉപയോഗിച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് ഇങ്ങനൊരു ഡബിൾ ചെക്ക് വന്നാലും പ്രശ്നമില്ല. വൈറ്റിനിപ്പോൾ കിങ്ങിനെ E1ലേക്ക് മൂവ് ചെയ്യാൻ കഴിയും. ഇനി ബ്ലാക്കിൻ്റെ ഭാഗത്തു നിന്നും പെട്ടെന്നൊരു അറ്റാക്കിന് സാധ്യതയില്ല. എന്നാൽ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ക്യൂവിന് ഉപയോഗിച്ചും റൂക്ക് ഉപയോഗിച്ചും വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്കിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ലൈറ്റ് സ്ക്വയർ ബിഷപ്പും വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ വൈറ്റിന് ഗെയിമിലേക്ക് ശക്തമായിട്ട് തിരിച്ചു വരാനും ഈ ഗെയിം വിജയിക്കാനും സാധ്യതയുണ്ട്. നമുക്കിനി ഗെയിമിലേക്ക് വരാം. വിദ്യുത്ത് ഇവിടെ അങ്ങനെ ഒരു അവസരം നാക്കാമുറയ്ക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ടിപ്പോൾ പോൺ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുന്നില്ല, പകരം ക്വീനെ G5ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ നൈറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് വൈറ്റിന് അധികം ഓപ്ഷനൊന്നുമില്ല. ക്വീനെ D3ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റിനെ F4ലേക്ക് കൊണ്ടുവന്ന് ആ ക്വീനെതിരെയും ഈ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ കഴിയും. ഇതോടെ ഈ ബിഷപ്പിനെതിരെ 2 അറ്റാക്ക് ആവും. ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറുമ്പോൾ ആ ബിഷപ്പിനെ എടുത്തുകൊണ്ട് അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ട് ഇപ്പോൾ ഈ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വൈറ്റ് ഒന്നും ചെയ്യുന്നില്ല, പകരം കിങ്ങിനെ ഈ ഡയഗണലിൽ നിന്ന് മാറ്റിയാണ് കിങ്ങിനെ E1ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ നൈറ്റിൻ്റെ പിൻ ഒഴിവായതോടെ ബ്ലാക്ക് ആ നൈറ്റിനെ വെട്ടിയെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. നൈറ്റ് വെച്ച് വെട്ടിയെടുത്തുകൊണ്ട് ക്വീനെ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടെ സ്ട്രോങ് മൂവ്. ഇവിടെ ഇപ്പോൾ വൈറ്റ് ബിഷപ്പ് വെച്ച് ബിഷപ്പിന് വേണ്ടിയാണെങ്കിൽ ബ്ലാക്കിനെ ക്വീൻ വെച്ച് തിരിച്ചുവെട്ടിക്കൊണ്ട് ഈ ബിഷപ്പിനെ കൂടെ പിൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ബിഷപ്പ് വെച്ച് E3ലെ ബിഷപ്പിന് വേണ്ടി എടുക്കുന്നില്ല, പകരം E2ലെ ബിഷപ്പ് വെച്ച് G4ലെ ബിഷപ്പിന് വേണ്ടി എടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ വെച്ച് തിരിച്ചുവിട്ടുന്നു. അതിനുശേഷം വൈറ്റ് ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചുവിട്ടുന്നു. ഇതോടെ ക്വീനെതിരെയും പോണെതിരെയും അറ്റാക്ക് വന്നിട്ടുണ്ട്. നാക്കാമുറ ഇവിടെ ഒരു ക്വീൻ എക്സിന് ശ്രമിക്കുകയാണ്. ക്വീനെ E2ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനെതിരെയും നൈറ്റിനെതിരെയും അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ G3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. കിങ് D2ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് റൂക്കിനെ D8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ C1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ക്വീനെ G5ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം. നാക്കാമുറ ഇവിടെ കിങ്ങിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാക്കുകയാണ്. B3 മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് നൈറ്റിനെ F1ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വന്നതോടെ നാക്കാമുറ തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം വൈറ്റ് ഇപ്പോൾ ഈ ചെക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും അടുത്ത മൂവിൽ നൈറ്റിനെ G3ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ ക്വീനെതിരെയും റൂക്കിനെതിരെയും ഫോർക്ക് വരുന്നതോടെ വൈറ്റിന് ആ റൂക്ക് കൂടെ നഷ്ടപ്പെടും. ഇപ്പോഴും വൈറ്റിൻ്റെ 2 പീസുകൾ ഡെവലപ്പായിട്ടില്ല. എന്നാലും വേണമെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാമായിരുന്നു. എന്നാലും വിജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായിക്കൊണ്ടാവും അദ്ദേഹം ഈ പൊസിഷനിൽ തോൽവി സമ്മതിച്ചത്.